ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കുന്നത് കാരമൽ പുഡിങ്ങാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കാരമൽ പുഡിങ് തയ്യാറാക്കാനായിട്ടുള്ള കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് കാരമൽ സിറപ്പ് തയ്യാറാക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം കാരമൽ സിറപ്പ് തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കൈപ്പിരസം വരും, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷുഗർ മെൽറ്റായിട്ട് വരുന്നുണ്ട്. കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അല്ല, ഇനി ടിഫിൻ ബോക്സിനകത്തും ചെറിയ ബൗളിനകത്തും ഒക്കെ നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി കാരമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് പൊട്ടിച്ചിടാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇതിനകത്ത് ഏലക്ക പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ആ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ബീറ്റർ ഉപയോഗിച്ച് അടിക്കേണ്ട, വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ച പുഡിംഗ് ട്രേയിലേക്ക് പാലിൻ്റെ മിക്സ് ഒന്ന് അരിച്ചൊഴിക്കാം. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലൊരു മൂടി വയ്ക്കാം, അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വയ്ക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. പുഡിങ് റെഡിയായി കാണും. തുറന്ന് നോക്കാം. അങ്ങനെ പുഡിങ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീമറിൽ നിന്നെടുത്ത് വെളിയിലേക്ക് വയ്ക്കാം. സ്റ്റീമറിൽ നിന്നെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുവാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഇതുണ്ടോ നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് കട്ട് ചെയ്യാം. ഇത് സൂപ്പർ സോഫ്റ്റ് ആണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.